മഞ്ജുവിന് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. പത്മനാഭസ്വാമി എന്റെ പ്രാർത്ഥന കേട്ടു. കാലിനെന്തെങ്കിലും? ഏയ്, ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. ആരാ നിന്നെ തട്ടിക്കൊണ്ടുപോയത്? എനിക്കവരെ പരിചയമൊന്നുമില്ല. എന്നോട് ശത്രുതയുള്ള ആരോ അവരെ ഈ ജോലി ഏൽപ്പിച്ചതാ. മിക്കവാറും അത് ഗോപാലനാവാനാ സാധ്യത. ഒന്ന് നിർത്ത് മഞ്ജു. നീ എല്ലാ കാര്യത്തിലും ഗോപാൽജിയെ കുറ്റപ്പെടുത്തി നടക്കുന്നുണ്ട്. നിന്നെ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. നിനക്ക് ഗോപാൽജി അല്ലാതെ മറ്റാരോ ശത്രുവായിട്ടുണ്ട്. അത് അഭിയോ പീതാംബരനോ ഒക്കെ. സോറി. എന്തിന്? ഗിരേട്ടൻ പറഞ്ഞത് ശരിയാ. എന്റെ അച്ഛൻ ഇതിൽ എന്തേലും പങ്കുണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഞെട്ടൊന്നുമില്ല. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. മഞ്ജുവിനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. ഈ ഏരിയയിൽ അത്യാവശ്യ സത്യസന്ധയായ ഒരു പോലീസുകാരിയാ മഞ്ജു. അപ്പൊ ഇവിടത്തെ ഗുണ്ടകൾക്കും കള്ളന്മാർക്കും ഒക്കെ മഞ്ജുവിനോട് വിരോധം തോന്നുക സ്വാഭാവിക. അതിലാരെങ്കിലും മഞ്ജുവിനെ ലക്ഷ്യം വെച്ചതായിക്കൂടെ? അതെ, എനിക്ക് ഇക്കാര്യത്തിൽ മഹിമയെ സംശയമുണ്ട്. വെറുതെ അവളെ കുറ്റം പറയാൻ നിൽക്കരുത്. അവളെ കുറ്റം പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടുവല്ലേ? നിന്നെ കാണാനില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ ഇതുവരെ മഹിമ എവിടെയെന്ന് ആർക്കും അറിയില്ല.